ന്യൂസ് 18 കേരളത്തിന്റെ പാഠം 4-ലൂടെ ലോകം അറിഞ്ഞ നിഖിലിനെയും അപ്പുവിനെയും കാണാൻ ഷെഫ് പിള്ള എത്തി. നിഖിലിന്റെ അവസ്ഥ അറിഞ്ഞ് ഉപരിപഠനം ഏറ്റെടുത്ത ഷെഫ് പിള്ള സഹായവും ന്യൂസ് 18-ലൂടെ അറിയിച്ചിരുന്നു. വിവരങ്ങളുമായി അശ്വതി പിള്ളയാണ് ചേരുന്നത്. അശ്വതി, ന്യൂസ് 18 കേരളം നിഖിലിന്റെ ദുരവസ്ഥ പുറത്തുവിട്ടതിന് ശേഷം നിരവധി പേരാണ് സഹായവുമായി എത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഷെഫ് പിള്ള തന്നെയാണ്. ഏറ്റവും ആദ്യമേ ന്യൂസ് 18-മായി ബന്ധപ്പെടുകയും സഹായം ഉൾപ്പെടെ ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴാണ് പക്ഷേ നിഖിലിനെയും അപ്പുവിനെയും നേരിട്ട് കാണാൻ സാധിക്കുന്നത് എന്ന് തോന്നുന്നു. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അഭിലാഷേ, ഈ ഹാപ്പി സൺഡേ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഹാപ്പി സൺഡേ നമ്മൾ പറയുമ്പോ അത് ശരിക്കും ജീവിതത്തിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്താണെന്ന് പറയും. എന്ത് തോന്നുന്നു, എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മളിങ്ങനെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയില്ലേ, അപ്പൊ നമ്മൾ നിഖിലിന്റെ വീട്ടിലേക്ക് ഷെഫ് സുരേഷ് പിള്ള എത്തുവാണ്. അപ്പം സ്വപ്ന തുല്യമാണ് നിഖിലിന് ആ കാര്യം. കാരണം ഒരു ഷെഫ് ആണെന്നായിരുന്നു ആഗ്രഹം. സാറിന് എന്താ ഫീൽ ചെയ്യുന്നത്? നമുക്ക് എന്തായാലും ആ കാഴ്ചകളൊന്ന് കാണാം. ഹലോ നിഖിൽ, ഹായ്, നമസ്കാരം. ഭയങ്കര സന്തോഷം, ഇങ്ങനെ ഒരു സംഭവം വന്നു. അതുപോലെ അന്ന് മുതൽ ഇങ്ങനെ കാണാനായിട്ട് കാത്തിരിക്കാറ്. അപ്പൊ ഇന്നാണ് ദിവസം ഒത്തതും നിഖിലിനെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഒരിക്കലും പ്രേക്ഷകരുമായിട്ട് നമുക്കൊരു ഫോർമൽ ടോക്കിന്റെ ആവശ്യമില്ല. കാരണം നിഖില് നമ്മുടെ ന്യൂസ് 18ന്റെ സ്വന്തം ആളാണ്. അതുപോലെ ഷെഫ് സുരേഷ് പിള്ള ഞങ്ങളുടെ സ്വന്തം ആളാണ്. അതുകൊണ്ട് നമ്മൾ ഈ കുടുംബത്തെ എല്ലാവർക്കും അറിയാം. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. പിന്നെന്താ, ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നേക്കുന്നത്. ആ ഗിഫ്റ്റിന്റെ കാര്യങ്ങളും കൂടെ ചോദിക്കണതാ. അതെ, ആദ്യം തന്നെ കൊടുക്കട്ടെ. കൊടുത്തോളൂ. ഇത് ഒഫീഷ്യലി നമ്മുടെ റെസ്റ്റോറന്റ് ഷെഫ് പിള്ളയുടെ ഷെഫ് ആവാൻ പോകുന്ന പുള്ളിയുടെ യൂണിഫോംസ് ആണ്. അതുകൊണ്ട് ഇതൊരു സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും ഷെഫ്മാരുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നൈഫ് സെറ്റ് ആണ്. അപ്പൊ ഇത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് എനിക്ക് ഇതൊരു ഇരുന്നോ ഇരിക്കേ. ഇത് സ്വിസ് മെയ്ഡ് നിഖില, ഇത് ഒരു സ്വിസ് മെയ്ഡ് നൈഫ് സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു അത് കൂടാണ്ട് അവരുടെ ഒരു സ്പെഷ്യൽ ചോപ്പിംഗ് ബോർഡാണ്. ഒരു ഷെഫിന് വേണ്ട സംഭവങ്ങളെല്ലാം ഉണ്ടാവും ഇതിനകത്ത്. അത് കഴിഞ്ഞ് വേറെ 2 സാധനങ്ങളൊക്കെ കുറെ ആൾക്കാർ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞാൻ വരുന്നുണ്ട്. അത് ഒരു ബോക്സ് എന്ന് പറയുന്ന സാധനങ്ങളാണ്. ഇത് ഓപ്പൺ ചെയ്യട്ടെ, ഓപ്പൺ ചെയ്യാം. നൈഫ് ഉണ്ട്. ഒരു നിമിഷം. അതെ, ഞാൻ ഓർത്ത് ഇവിടെ വന്നപ്പോ ചോദിച്ചായിരുന്നു, നിഖില നിനക്ക് ടെൻഷൻ വല്ലതും ഉണ്ടോ? എനിക്ക് ടെൻഷനൊന്നും ഇല്ലെന്ന്. പക്ഷെ ഇപ്പൊ കണ്ണൊക്കെ ജസ്റ്റ് ഒരു ഭയങ്കര സന്തോഷം ഇതൊക്കെ കാണുന്നുണ്ട്. എന്താ ഫീൽ ചെയ്യുന്നേ? ഞാൻ മൈക്ക് അമ്മയ്ക്ക് കൊടുക്കാം കേട്ടോ. അമ്മ പറഞ്ഞു, എന്താ ഫീൽ ചെയ്യുന്നത് ഇപ്പൊ? അയ്യോ, സാറ് വന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. സാറിന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ സാറ് വന്നു എന്നുള്ളത്. ഇത്ര തിരക്കിന്റെ ഇടയിലും സാറ് സമയം കണ്ടെത്തിയല്ലോ ഈശ്വര. അയ്യോ അയ്യോ, ഞാൻ എന്ത് പറയാനാ ഇതിനൊക്കെ. എനിക്ക് പാലക്കാട് നിന്നും കൊച്ചിയിൽ നിന്നുള്ള ഇതൊരു ഗെറ്റ് കിച്ചൺ, പാലക്കാട് ഒരു സ്പെഷ്യൽ. ഇത് കൊച്ചിയിൽ നിന്നാണ് കിട്ടിയത്. ഇതൊരു സ്പെഷ്യൽ കടായിയാണ്, അയൺ കാസ്റ്റ് അയണിന്റെ. എല്ലാരും ഒരു എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇതും ഒരു നമ്മുടെ ഒരു ചട്ടിയാണ്, പക്ഷെ ഇതൊരു സ്പെഷ്യലി മെയ്ഡ് സംഭവമാണ്. ഷെഫുമാർക്കൊക്കെ ഇഷ്ടമുള്ളൊരു സാധനം. പിന്നെ ഇത് പാലക്കാട് നിന്ന് കൊടുത്തു വിട്ടാണ്. ഞാൻ തന്നെ വയ്ക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ആരും മിണ്ടുന്നില്ല, വല്ലാണ്ടിരിക്കുകയാണ് എല്ലാരും. അപ്പൊ ഇപ്പൊ അടുത്തത് ഓ സൂപ്പർ. ഇതെല്ലാം കാസ്റ്റ് അയണിന്റെ സംഭവമാണ്. അതിന്റെ ഒരു
ഇത്രയും കൈ നിറയെ സാധനങ്ങളായിട്ടാണ് നിഖിലിനെ കാണാൻ വന്നിരിക്കുന്നത്. ഇതൊക്കെയല്ലേ കൊടുക്കണ്ടേ? അപ്പൊ അത് തീർച്ചയായിട്ടും ഈ നമ്മുടെ ഈ പാടന്നാല് വന്ന് സാറിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ സാറ് നിഖിലിനോട് ആദ്യം പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. എപ്പോഴും ഡൗൺ ടു എർത്ത് ആയിരിക്കണം, ഒരുപാട് കാര്യങ്ങൾ വരുമ്പോ അങ്ങനെ അങ്ങ് അഭിരമിച്ച് പോരുതെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്നറിയോ? സാർ അങ്ങനെയാണ്, അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ അദ്ദേഹം ഇവിടെ വന്നിരുന്ന ഇതൊക്കെ ഇങ്ങനെ പാക്കറ്റൊക്കെ അഴിച്ച് അവന് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ, അല്ലേ അമ്മേ? എന്താ തോന്നുന്ന അമ്മയ്ക്ക്? അയ്യോ, ഞങ്ങളുടെ മുന്നിൽ വരുന്ന എല്ലാരും ഞങ്ങള് ഒരുപാട് ചെറുതായി പോകുന്നല്ലോ അല്ലെ വലുതായി പോകുന്നല്ലോ, ഒന്നും വാക്കുകളില്ല പറയാനായിട്ട്. പുള്ളി എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് വിശ്വസിക്കാൻ വയ്യ സാർ ഇവിടെ വന്നേക്കുന്നത്, എന്റെ വീട്ടിൽ വന്നിരിക്കുന്നത്. എനിക്ക് എന്ത് പറയണോന്നറിയില്ല. മോനെ നീ എന്തേലും പറ. എനിക്ക് പറയാം. ഈ പാത്രമൊക്കെ കണ്ടിട്ടങ്ങ് ഞങ്ങളുടെ ഒരു ഒഫീഷ്യൽ യൂണിഫോം പുള്ളിയുടെ സൈസിന് പോയി നമ്മൾ ചെയ്ത് ഒഫീഷ്യലായിട്ട് ഷെഫാക്കാൻ പോവാണ്. നമ്മളെ ഷെഫാക്കാനായിട്ട് പോവാണ് കേട്ടോ. അതുകൂടാണ്ട് പുള്ളിയുടെ എല്ലാ ഒരു ഇനി ഒഫീഷ്യൽ നമ്മൾ യൂണിഫോം ഇതവന്റെ ഏപ്രിൽ ഇത് കിട്ടുക. അപ്പു ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോഴൊക്കെ അപ്പു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പു ചിലപ്പോഴൊക്കെ കുറച്ചിങ്ങനെ മിണ്ടാതൊക്കെ ഇരിക്കാറുണ്ട്. പക്ഷെ ഇന്ന് അപ്പു ഭയങ്കര ഹാപ്പി ആയിരുന്നു. അന്ന് അമ്മ പറഞ്ഞ പോലെ അപ്പുവിന് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. വാവ്, ഗംഭീര മുഹൂർത്തം. വെച്ച് നിഖിലെ 2 ടൈപ്പ് ഉണ്ട്. സൂപ്പർ. പുള്ളിക്ക് ഇനി അഥവാ ഇനി സൈസ് ആയില്ലെങ്കിൽ എന്ത് വേണം, ഇനി എന്ത് വേണം? ടൈറ്റായിട്ട് ഇത് വെക്കാം. ഇത് അതെടുക്കാം. സുരേഷ് ചേട്ടൻ അന്ന് പറഞ്ഞൊരു വാക്കുണ്ടായി, നിഖിലിനെ ഞങ്ങൾ ഇങ്ങനെ എടുക്കുവാ, വീട്ടിൽ വന്ന് എടുക്കുവാ. പിന്നെ പുള്ളിക്ക് ഇത് ഞങ്ങളുടെ ഒരു കാഷ്വൽ കിച്ചണിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ടീഷർട്ടാണ് ഒഫീഷ്യലായിട്ട് കുക്ക് ചെയ്യുമ്പോഴാണ് യൂണിഫോം ഒക്കെ ഇടേണ്ടത്. അപ്പൊ അതിന്റെ എല്ലാ ഒരു എടുത്ത് ഇത് പുള്ളിയെ പഠിപ്പിച്ച് കിടക്കാതാണ്. സൈസൊക്കെ കറക്റ്റ് ആയില്ലെങ്കിൽ വേറെ വീണ്ടും കൊണ്ടു കൊടുക്കും. അതെ, ഇത് ഇദ്ദേഹം സൂട്ട്മാൻ എന്ന് പറഞ്ഞ അദ്ദേഹം നമ്മുടെ യൂണിഫോം ചെയ്യുന്ന പുള്ളി ഫോട്ടോ എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത്, കാരണം നേരിട്ട് എറണാകുളത്താണ്. അപ്പൊ കൊച്ചിയിൽ നിന്ന് പുള്ളിയുടെ വീഡിയോ ഒക്കെ എടുത്ത് സൈസ് കറക്റ്റ് ആക്കാൻ വേണ്ടി മെഷർ ചെയ്തെടുത്ത് യൂണിഫോം ഓക്കെ. അപ്പൊ നമുക്കിത് ഞാൻ കുറച്ചു നേരം ഒന്ന് സംസാരിക്കണം സാറിനോട്. അപ്പൊ നിഖിൽ ഞങ്ങളൊന്ന് സംസാരിക്കുമ്പോഴേക്കും നിഖിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിഖിൽ ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാഗ്ദാനം അദ്ദേഹം പാലിച്ചു. നിഖിൽ എന്തായിരുന്നു വാഗ്ദാനം ചെയ്തേ? നിഖിലിന്റെ ഒരു സ്പെഷ്യൽ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിട്ട് ഇതെല്ലാം ഇട്ടൊന്ന് റെഡി ആയിട്ട് നോക്കിട്ട് തരുമോ? അപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് അമ്മയോടും സാറിനോടൊക്കെ ഒന്ന് സംസാരിക്കാം. ഓക്കെ, ഏതാണ് ചേരുന്നതെന്ന് വെച്ചിട്ട് അതെല്ലാം നമ്മൾ അവിടെ നിന്ന് മാറ്റിക്കും. നമ്മളൊന്ന് സംസാരിക്കാം ഇനി സാറിന്റെ എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന്. ഇതൊക്കെ ഇത് ഇരുന്നോട്ടെ അല്ലേ? ഇരുന്നോട്ടെ. അപ്പൊ കൊണ്ടുവന്ന സാധനങ്ങളല്ലേ ഞാനിവിടെ വരാം. ഇത് കണ്ട ഐശ്വര്യമായിട്ട് എന്റെ വിളക്കൊന്ന് തെളിക്കണം. അത് കഴിഞ്ഞിട്ടിരിക്കാം അല്ലേ? നിഖില് വരട്ടെ. നിഖില് വന്നിട്ട് നിഖിലും കൂടി നിർത്തിയിട്ട് തെളിക്കാം. അപ്പൊ സാർ എന്താണ് അമ്മയോട് പറയാനുള്ളത്? ഇവിടെ വന്ന് കണ്ടപ്പോ എന്താ ഫീൽ ചെയ്യുന്നത്? വന്ന് കണ്ടപ്പം കണ്ടതിൽ കൂടുതൽ ഭയങ്കര സന്തോഷം. കാരണം നമ്മളത് ടിവിയിലൂടെ മാത്രം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഇതൊക്കെയാണ് കണ്ടത്. നിഖിലിന്റെ കഥ തുടങ്ങിയെങ്കിലും അത് ലോകമുള്ള എല്ലാ ആൾക്കാരും അങ്ങ് എടുത്തിട്ട് പോയി ഉള്ളിയെ എല്ലാവരും. ഞാനിപ്പോ പല പ്രോഗ്രാമിന് പോകുമ്പോഴും എവിടെ പോയാലും നിഖിലിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും ഷെഫേ സഹായിക്കണോ? ഞാൻ പറഞ്ഞു ഓക്കെ, ഒത്തിരി ആൾക്കാരുണ്ട്, നമുക്ക് നോക്കാം. ആദ്യം ഇപ്പം പുള്ളി പഠിച്ചു വരട്ടെ. പുള്ളിക്ക് ഇപ്പൊ ഒരു വഴി എത്തിയിട്ടുണ്ട്. ഇനി അത് ആ ഫാമിലി അങ്ങ് പൊക്കോളും. ആ രീതിയിൽ എവിടെങ്കിലും ഒക്കെ ഞാനിപ്പോ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പ്രോഗ്രാമിന് പോയി, ഒരുപാട് അടുത്ത് ട്രാവൽ ചെയ്തു. അപ്പൊ എവിടെ പോയാലും നിഖിലിന്റെ കാര്യമാണ് ആൾക്കാർ ചോദിക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് ആളുകളുടെ മനസ്സിലേക്ക്
നിഖിലങ്ങ് എത്തി. ആ ഫാമിലി ഫുള്ള്, അപ്പവും അമ്മയും കാര്യങ്ങളെല്ലാം. അത് കേൾക്കുമ്പോഴൊക്കെ നമുക്കും സന്തോഷമാണല്ലോ ഇങ്ങനെ ഒരു സംഭവത്തിനകത്ത് പാർട്ടാവുക. പിന്നെ എല്ലാരും പറയുന്നത് ഞാൻ നിഖിലിന്റെ പോസിറ്റിവിറ്റി. അയ്യോ സത്യം, ഞാൻ ചോദിക്കായിരുന്നു ഇത്രയും വർഷത്തെ ഒരു ജീവിതത്തിന്റെ ഇടയ്ക്ക് ഒരുപാട് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പക്ഷെ അതൊന്നും അല്ല അല്ലെ നിഖിലിന്റെ കാര്യത്തിൽ. നമ്മളെ അവരുടെ ആ ഒരു നിസ്സഹായാവസ്ഥയൊന്നും അല്ല, നിഖിലിന്റെ പോസിറ്റിവിറ്റിയാണ് നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് വലിച്ചത്. തീർച്ചയായിട്ടും അല്ലെ, അങ്ങനെ തോന്നി. ഇതിലും പ്രശ്നങ്ങളുള്ള ഫാമിലികളൊക്കെ ഉണ്ട്, അതാണ്. പക്ഷെ അല്ലെങ്കിൽ ഇതിലും പിന്നെ കുറവുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ എങ്ങനെ നമ്മൾ ഒരു പ്രശ്നം വന്നാൽ അതിനെങ്ങനെ കാണണം. അപ്പൊ ആ ഒരു കോൺഫിഡൻറ്റോടുകൂടി ഞാൻ ഒരു കാര്യം പറയും, നമ്മളാരും ഇല്ലെങ്കിലും നിഖില് ഈ ഫാമിലി കൊണ്ടുപോകും, ഉറപ്പാണ്. ഇപ്പൊ ആരും വന്നില്ലെങ്കിൽ അല്ല, അന്ന് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു പ്രോഗ്രാം വന്ന് അവന്റെ ലോകം മുഴുവൻ ന്യൂസ് എഡിറ്റിൽ കൂടെ അറിഞ്ഞു. ഇൻ കേസ് അത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ പോലും നിഖിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ കുടുംബത്തെ കൊണ്ടുപോകും. അത് അവന്റെ ആത്മവിശ്വാസത്തിൽ തന്നെ എനിക്കുണ്ട്. അതുകൊണ്ട് ഈ അമ്മയ്ക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇത് കുറെ അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കൊണ്ട് എത്രയോ വേഗം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുകയും മലയാളികളുടെ ഇടയിൽ എത്തുകയും അവരത് നിഖിലിനെ ഏറ്റെടുത്തു എന്ന് പറയാം. എല്ലാരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമെങ്കിലും അത് വന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും അത് കൂടാണ്ട് പിന്നെ എനിക്ക് ഹാപ്പി ആയത് ഷെഫ് ആവണം, ആ ഒരു കരിയറിനെ കുറിച്ച് നിഖിലിന് വ്യക്തമായ ധാരണയുണ്ട്. അപ്പൊ അത് ഈ ഒരു പ്രായത്തിൽ തന്നെ ഒരാളെ കിട്ടിയ എനിക്ക് ചിലപ്പം അവൻ ഏറ്റവും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റവും മികച്ചൊരു ഷെഫ് ആക്കാൻ പറ്റും. കാരണം നല്ല രീതിയിൽ മെന്റർ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ അവനെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അതിനുശേഷം അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, നല്ല രീതിയിലുള്ള ഒരു പ്രൊഫഷനാണിത്. നല്ല പ്രോപ്പറായിട്ട് അതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലൊരു ഉയർന്ന ഉദ്യോഗം എവിടെ വേണമെങ്കിലും ലോകത്തെ ഏത് രാജ്യത്ത് വേണമെങ്കിലും പോകാൻ പറ്റുന്ന ഒരു പ്രൊഫഷനും കൂടെ ആണല്ലോ. അപ്പൊ അതറിഞ്ഞ് അവൻ അത് ചൂസ് ചെയ്ത് ഭയങ്കര എനിക്ക് ഹാപ്പി ആസ് എ ഷെഫ്. അപ്പൊ ഈ ഷെഫ് കമ്മ്യൂണിറ്റി ഫെർട്ടേണിറ്റിയിലുള്ള എല്ലാ ആൾക്കാരും, ഹോസ്പിറ്റാലിറ്റിയിലുള്ള ഒരുപാട് ആൾക്കാരോട് ഞാൻ ബന്ധമുള്ള ഒരാളാണ്. അപ്പൊ ഇവരൊക്കെ ഇത് കണ്ടിട്ട് എനിക്കത് അയച്ചു തന്നത് വലിയ വലിയ ആൾക്കാരാണ്. അതും ലണ്ടനിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇരുന്നിട്ട്, ഞാൻ ഇംഗ്ലണ്ടിൽ ജോലി ചെയ്തതാണല്ലോ. അപ്പൊ അവിടുത്തെയൊക്കെ ഹോട്ടലിലെയൊക്കെ വലിയ വലിയ ഷെഫുമാര്, അതുപോലെ വലിയ വലിയ ജനറൽ മാനേജർ, ഷെഫ് ഇവനെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവർക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. എത്ര പേരാണ് അയക്കുന്നത്. വന്നിട്ടേ നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നു, സ്കൂളിൽ വെച്ചാണല്ലോ നിഖിലിനെ കാണുന്നത്. അത് അപ്രതീക്ഷിതമായിട്ടാണ് നിഖിലിനെ കാണുന്നത്. നിഖിൽ അവിടെ റെഡി ആയിട്ട് വന്നു. നമുക്ക് വിളക്ക് കത്തിച്ചിട്ട് ബാക്കി എന്താ നമുക്ക് അമ്മ ഞാനാണോ കത്തിക്കണ്ടേ? അമ്മയുടെ കയ്യിലോട്ട് അമ്മ കത്തിക്കട്ടെ. അല്ല, അമ്മ സാറിന് കൊടുക്കും. തട്ടണ്ടേ, കാല് തട്ടണ്ടേ. അപ്പോ വരൂ. അമ്മ ഇതിലെ വന്നോളൂ അമ്മ പയ്യെ. അപ്പൊ അമ്മയുടെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഇവിടെ ഒരു വിളക്ക് കൊളുത്തി ദീപം തെളിച്ചുകൊണ്ട് പോണം എന്നുള്ളത്. അതിന് വേണ്ടിട്ട് എല്ലാം റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു ഇവിടെ. ഈ വീടിന്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ സാർ. കൃഷ്ണനും ക്രിസ്തുവും എല്ലാരും എല്ലാരും ഉണ്ട്. പിടിച്ചോ, നമുക്ക് രണ്ടു കത്തിക്കാം. ഓക്കെ 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 ഓക്കെ. അമ്മ ആ വലിയ ആഗ്രഹം അങ്ങനെ സഫലമായി. അയ്യോ, അവസാനം ആഗ്രഹം സഫലമായി. ഞാൻ ഈ പ്രതീക്ഷിച്ചല്ല സാറ് വരുമെന്ന് വിളിച്ചു പറഞ്ഞപ്പോ എന്തൊക്കെ തയ്യാറെടുപ്പായിരുന്നു. അയ്യോ, ആകെ ഒരു സത്യം. അതൊക്കെ പോട്ടെ, മകൻ നിൽക്കുന്നത് ഇപ്പൊ ഉണ്ടോ? ശരിക്കും ഞാൻ അവന്റെ ഒരു ഷെഫിനെ കാണുന്നു. സാറിന്റെ അടുത്ത് വന്ന് അപ്പുനെ ഒന്ന് നിർത്താം. അപ്പു നിഖിലിനെ വീട്ടിൽ വിളിക്കുന്ന സഞ്ജു എന്നാണ്. ഇനി പറയൂ. ഇപ്പൊ എങ്ങനെ നിഖിൽ ഇപ്പൊ ഒഫീഷ്യലി ഒരു പറഞ്ഞു വിഷമിക്കണ്ട, പറ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സുഖമില്ല. ഇന്നലെ ഒട്ടേ ഒരു ജലദോഷമൊക്കെ ആയിട്ട് അങ്ങ് ഇരിക്കുവാണ്. അതുകൊണ്ടാണ് കേട്ടോ.
അപ്പം എന്താണ് എല്ലാം ഞാൻ ഈ ഒരു ഈ ഇദ്ദേഹത്തെ ഞാൻ ഒരിക്കലും കാണാൻ പറ്റുമെന്നല്ലെങ്കിൽ ഇപ്പൊ ഈ എന്റെ അടുത്ത് നിൽക്കുന്നത് ഞാൻ ഇവിടെ സ്വപ്നത്തിലാണോ അതോ യാഥാർത്ഥ്യത്തിലാണോ എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു വ്യക്തിയെ കാണാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് നന്ദി, സന്തോഷം. എന്നെ എല്ലാ ജനങ്ങൾക്കും എന്റെ ഒരു എന്താ പറയാ എന്റെ ഒരു വിനീതമായ നന്ദി ഞാൻ അറിയിക്കുന്നു. അല്ല, എനിക്ക് സത്യം പറഞ്ഞ വാക്കുകളില്ല, അത്രയും ഞാൻ ഹാപ്പിയാണ് ഇപ്പം. ഇത് കണ്ടോ, ഇവിടെ ഫോക്കസ് ഇതാണ്. സ്നേഹം വാരി വിതറട്ടെ എന്ന് അതിങ്ങനെ എഴുതി വെക്കുക മാത്രമല്ല എന്നുള്ളതാണ് അതിന് എനിക്ക് ഏറ്റവും ഭയങ്കര, എനിക്ക് വരെ കണ്ണ് നിറയുന്നുണ്ട്. കാരണം അദ്ദേഹം വന്ന് ഒരാളിപ്പോ പറയാണ് ഒരു റിപ്പോർട്ടർക്ക് അറിയാൻ പാടില്ലെന്നാണ്. പക്ഷെ എനിക്ക് ശരിക്കും എന്റെ ഇത്രയും ഒരു നാളത്തെ ഒരു മാധ്യമ ജീവിതത്തിൽ ഇതുപോലൊരു അവസരം ഉണ്ടായിട്ടില്ല. കാരണം ഇങ്ങനെ ഒരാളെ കണ്ടെത്തി ഞാൻ കാരണം ഒരു ലൈഫ് രക്ഷപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഈ ഒരു നിമിഷത്തിന്റെ ഭാഗമാകാൻ പറ്റി. നിഖില് പറഞ്ഞതുപോലെ എനിക്കും സുഖമില്ലായിരുന്നു, പക്ഷെ ഇതിന് ഞാൻ തന്നെ വരുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ലല്ലുചേട്ടൻ എന്നോട് ചോദിച്ചു, ലല്ലുചേട്ടന്റെ അടുത്ത സുഹൃത്താണ് ഷെഫ് സാർ. അപ്പൊ എന്നോട് ചോദിച്ചു പോകാൻ പറ്റുമോ, ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ പറ്റും, കാരണം എനിക്ക് വയ്യെങ്കിലും ഞാൻ വരുമെന്ന് പറഞ്ഞു. അത്രയും എനിക്കും ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. ഒന്നും പറയാൻ എനിക്കും വാക്കുകളില്ല, പക്ഷെ നമുക്ക് പറഞ്ഞേ പറ്റൂ. അപ്പൊ നമുക്ക് ഇനി എങ്ങോട്ടാ പോകേണ്ടത്? അടുക്കളയിലേക്ക്, കിച്ചണിലേക്ക് നമ്മൾ പോവാണ്. ദൈവസ്നേഹം ഒന്ന് പാടിക്കാം. അയ്യോ മനെ പയ്യെ. കുഴപ്പമില്ല. ദൈവസ്നേഹം അമ്മ പാടിക്കാം. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. അപ്പൊ നമുക്ക് അയ്യോ നമുക്ക് അങ്ങേയറ്റം ഭയങ്കര അത് അമ്മയ്ക്ക് ഇപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനൊരു ഇതേപോലെ ഇവരുടെയൊക്കെ കാര്യങ്ങളെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ വരുമ്പം ഏതൊരമ്മയായാലും ഏതൊരു കുടുംബമായാലും ഇങ്ങനെയൊക്കെ ഒരു ചിന്തിക്കാൻ പറ്റും. അപ്പൊ അത് ദൈവം തീർച്ചയായിട്ടും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എത്രയോ വിഷമങ്ങളൊക്കെ സഹിച്ചിട്ട് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. ഞാൻ അപ്പൊ ആ ഒരു രീതിയിൽ ദൈവമായിട്ട് ആ ഒരു പ്രോഗ്രാം വരുന്നു. മലയാളികളല്ലാതെ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം ഇത് മലയാളികൾ മാത്രമല്ല, ഒരുപാട് പേര് ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇതെത്തി. അവരൊക്കെ ഈ കഥകൾ അറിഞ്ഞു. ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ബന്ധമുള്ള ആൾക്കാരൊക്കെ ഇവരുടെ സ്റ്റോറി കേട്ടിട്ട് ആൻഡ് ദ വേ നിഖിൽ ഇത് പ്രശ്നങ്ങളാണ് ഉപരി ഇതിനെ പ്രശ്നങ്ങൾ എങ്ങനെ നമ്മളൊരു എല്ലാവരുടെയും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും, അതിനെങ്ങനെ കോൺഫിഡന്റോടെ മുന്നോട്ട് കൊണ്ടുപോകാം, അതൊക്കെ ആ ഒരു നോട്ട് അത് റോൾ മോഡലായിട്ട് നിഖിൽ മാറി. അതുകൊണ്ടാണ് ഞാൻ അത് നിഖിലിനോട് പറഞ്ഞത്. നിഖിലിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആസ് എ ഒത്തിരി ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യണം. ആസ് എ റോൾ മോഡൽ പോലെ ഒരു മലയാളി യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഒരു 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 മാതൃകയായിട്ട് നിൽക്കേണ്ട ഒരാളാണ്. അപ്പൊ അത് ആ രീതിയിൽ അയാളെ വളർത്തുകയും അയാളെ അതേപോലെ ഗ്രൂമായി എന്നും മലയാളികളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഇദ്ദേഹം യുവത്വത്തിലേക്ക് കടക്കുമ്പോൾ എപ്പോഴും ഏതൊരു ഏജിലായാലും ഒരു റോൾ മോഡലായിട്ട് ഒരു എക്സാമ്പിളായിട്ട് നിൽക്കണം. അപ്പൊ അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണല്ലോ വളർന്നു വരുമ്പോൾ ആളുകൾക്ക് കണ്ട് ഇൻസ്പിറേഷൻ ആവണം. അതിന്റെ എല്ലാ മെറ്റീരിയലും ഉണ്ട്, അതിന്റെ എല്ലാ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇദ്ദേഹം ആ രീതിയിലേക്ക് എത്തും. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും എനിക്ക് എത്രയോ ആൾക്കാർ ഇപ്പൊ ഓരോ കോളേജിൽ നിന്നൊക്കെ വിളിച്ചു പറയും നിഖിലിനെ ഞങ്ങളുടെ കോളേജിലേക്ക് ഞാൻ പറഞ്ഞില്ല. അവൻ എൻട്രൻസ് എഴുതി, അങ്ങനെ ആരുടെ ഫേവർ വേണ്ട, അവൻ പരീക്ഷ എഴുതി പഠിക്കാൻ മിടുക്കനാണ്. പരീക്ഷ എഴുതി മാർക്ക് നേടി ഏറ്റവും മികച്ച കോളേജിൽ നിന്ന് അവൻ ഇഷ്ടപ്പെട്ടത് ഇന്ത്യയിൽ ഏത് കോളേജിലാണോ അവൻ ആ മാർക്ക് കിട്ടുന്നത് അവിടെ പോയി പഠിക്കും. അപ്പൊ ഒത്തിരി കോളേജ് ബാംഗ്ലൂരിലുള്ള എനിക്ക് പരിചയമുള്ള ഒരുപാട് ഹോസ്പിറ്റാലിറ്റി ആൾക്കാരൊക്കെ പറഞ്ഞു നിഖിലിനെ ഞങ്ങൾ പഠിപ്പിച്ചോളാം, ഞങ്ങളുടെ കോളേജിലേക്ക് ഷെഫെ വിടൂന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ വിടൂല്ല, അവൻ മാർക്ക് വാങ്ങിച്ച് അങ്ങനെ ഒരു ഫേവറിസത്തിന്റെ ആവശ്യമില്ല. അതിനുള്ള കഴിവ് നിഖിലിന് ദൈവമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ച് അത് കറക്റ്റ് എൻട്രൻസ് എഴുതി നല്ല മാർക്ക് നേടി, അത് ബോംബെയിലാണല്ലോ അല്ലെങ്കിൽ ഡൽഹിയിലാണല്ലോ ചെന്നൈയിലോ കോവളത്തോ IHM ആണോ അല്ലെങ്കിൽ വേറെ കുറെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ എല്ലാം അഡ്മിഷൻ കിട്ടിയിട്ട് അടുത്ത വർഷം മുതൽ പുള്ളി ഒരു 3 ഇയർ ഡിഗ്രി ഒക്കെ ചെയ്ത് നമുക്കൊരു സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഓരോ കോഴ്സും ഓരോ ഇതാക്കിയിട്ട് നല്ലൊരു മികച്ച ഒരു ക്വാളിറ്റി ഷെഫായിട്ട് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ഷെഫാക്കി മാറ്റണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം.
ക്ലിയർ പ്ലാനിങ് ആണ്. പിന്നെ ഈ കാഴ്ച ഇത് കാണണമെന്ന് ആഗ്രഹിച്ച ലോകത്തിലെ ഏറ്റവും ഇത് കാണണമെന്ന് ആഗ്രഹിച്ച ആള് അമ്മ തന്നെയായിരിക്കും, നിഖിലിന്റെ അമ്മയാണ്. പക്ഷെ നമ്മളിത് ഇവിടെ വന്ന് ആദ്യം ഷൂട്ട് ചെയ്തപ്പോ നിഖിലിനോട് എന്താകാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പം എനിക്കൊരു ഷെഫ് ആകാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞ ആ നിമിഷം തൊട്ട് നമ്മുടെ ലൈവിന്റെ താഴെ ഷെഫ് പിള്ളൈ കാരണം താങ്കളെ ടാഗ് ചെയ്യായിരുന്നു. അത് തൊട്ട് താങ്കൾ ഇന്നത്തെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് എന്നാ ഞാൻ വിചാരിക്കുന്നത്. ഞാനിങ്ങനെ കണ്ട് എനിക്കിത് ഞാൻ ഒരു വലിയൊരു തിരക്കില്ല. അപ്പൊ എനിക്ക് വാർത്ത കാണാൻ പറ്റിയില്ല, പലരും അയച്ചു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് ആൾക്കാർ ഒരുപാട് വാർത്തകൾ അയക്കുന്നതിന്റെ കൂട്ടത്തിലാണ്. പക്ഷെ പിന്നീട് വാട്സപ്പിൽ എനിക്ക് പ്രിയപ്പെട്ട ആൾക്കാർ അത് അയക്കുമ്പോൾ സംഭവമാണല്ലോ. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി പേര് ഫേസ്ബുക്കിൽ ടാഗ് ചെയ്യുന്നതിനിടയിൽ ആ വാർത്ത കാണാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ട്രാവലിൽ ബാംഗ്ലൂരിൽ നിന്ന് എവിടെയോ ഇങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കും. അപ്പൊ വാട്സപ്പിൽ ഇങ്ങനെ പല ഏറ്റവും പ്രിയപ്പെട്ട ലക്ഷ്മി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്ത്, അങ്ങനെ കുറെ ആൾക്കാർ, ലല്ലു ചേട്ടൻ, ഇങ്ങനെ കുറെ പേര് അയച്ചപ്പോൾ ഒരേ വാർത്തകൾ ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനത്തെ. അപ്പൊ എന്തോ കാര്യം അങ്ങനെ ഇരുന്ന് ഞാൻ കാറിനകത്തിരുന്നാണ് ഇത് കാണുന്നത്. അപ്പൊ തന്നെ ഞാൻ ലല്ലു ചേട്ടനെ വിളിച്ച്, ചേട്ടാ എനിക്ക് ഇദ്ദേഹത്തെ കാണണമെന്നുണ്ട്, നമുക്ക് അപ്പൊ പറഞ്ഞ ശരി സെറ്റാക്കാം, നാളെ തന്നെ ആക്കാം. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. അപ്പോഴാണ് ഈ പറഞ്ഞ കോളേജിൽ നിന്നും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഞാനിങ്ങനെ പോകുന്നു പറഞ്ഞപ്പം ഈ നൈഫിന്റെ അതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് നൈഫ്, എല്ലാ ഷെഫ്മാരുടെയും ഡ്രീം ആയിട്ടുള്ള ഒരു നൈഫ്. ഇത് സ്വിറ്റ്സർലൻഡിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പൊ ഞാനൊക്കെ ഒരു 20 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് വാങ്ങിക്കാൻ പറ്റിയത്. അപ്പൊ ആ ഒരു നമുക്കൊക്കെ സ്വന്തമായിട്ടൊരു വാങ്ങിച്ച് എല്ലാ ഷെഫ്മാരും കളക്ട് ചെയ്യുന്ന അവരുടെ നല്ല ക്വാളിറ്റിയുള്ള ഷെഫ്മാർ ഏറ്റവും അവരുടെ മെയിൻ ആയിട്ട് അവർ കാണുന്നത് നൈഫാണ്. അപ്പൊ ഈ കിച്ചണിൽ അവരുടെ ടൂൾസ് ആയിട്ട് ബെസ്റ്റ് നൈഫായിട്ട് ഇതൊക്കെയാണ് വാങ്ങിക്കുക. അപ്പൊ അത് നമ്മളിത് ഈ ബ്രാൻഡൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയത് കുറെ ജോലി ചെയ്തതിനു ശേഷമാണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞപ്പോ തന്നെ അവര് ബോംബെയിൽ നിന്ന് എടുത്ത് നിഖിലിന് അയച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അവരിന് ചെയ്യും. അങ്ങനെ എത്രയോ ബ്രാൻഡുകൾ. അത് ഭയങ്കര ലക്കാണ് നിന്റെ. 18 നിനക്ക് ഭയങ്കര ഭാഗ്യമുള്ളതാണ്. ഒന്ന് ന്യൂസ് 18, 2 നിന്റെ പ്രായം. 18 എന്ന് പറഞ്ഞാൽ ലക്കി നമ്പർ ആണ് കേട്ടോ. അതുകൊണ്ട് അത് മുറുകെ പിടിച്ചോണം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വെക്കേഷൻ കഴിയുമ്പോൾ ഞാൻ ചിലപ്പോ ഒരാഴ്ച അദ്ദേഹത്തെ കൊച്ചിയിലും ഗോവയിലും ഒക്കെ ഹോട്ടലിലൊക്കെ ഒരു പല പല ബ്രാൻഡ് ഹോട്ടലിൽ ഒരു വിസിറ്റിനൊക്കെ വിട്ട്, അതൊക്കെ ഒരു എല്ലാവരും കിട്ടുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഒരാഴ്ച കൊച്ചി മെറിഡിയനിൽ, ഒരാഴ്ച ഗോവയിൽ മാരിയറ്റിൽ, അതുപോലെ മറ്റു പല ഹോട്ടലുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കിച്ചണിലെ ഏറ്റവും ബെസ്റ്റ് ഹോട്ടലിലൊക്കെ കിച്ചണൊക്കെ കാണിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ കാണാം. വെക്കേഷൻ കഴിയുമ്പോൾ ഇന്റേൺഷിപ്പ് പോലെ അവിടെയൊക്കെ കൊണ്ടുപോയി ഭയങ്കര കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് അമ്മയുടെ മനസ്സ്. അതുപോലെ അപ്പൊ എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്, എല്ലാ അവസരങ്ങളും ഒടുക്കെടുക്കാണ്. എനിക്ക് ആകെ റിക്വസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞ പോലെ ബി ഹംബിൾ ആയിട്ട്. അപ്പോൾ പലതും വരും. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരു വൺ ഓഫ് ടൈം ഒരു വാർത്താ പ്രാധാന്യത്തിലുള്ള വന്ന ഒരാളെന്ന നിലയിൽ അല്ലാതെ നിഖിലിന് ഒരുപാട് മുന്നോട്ട് ജീവിതത്തിൽ പോകേണ്ട ഒരാളാണ്. അപ്പോൾ അതിന് നമ്മളെല്ലാവരും സപ്പോർട്ട്, ആ ഒരു ഏജ് അറിയാമല്ലോ. പക്ഷെ നമുക്കറിയാം എങ്ങനെയാണ് നിഖിൽ പെരുമാറുന്നത്, എങ്ങനെയാണ് നിഖിൽ ഒരു കാര്യത്തെ കാണുന്നത്. അപ്പം അതിനകത്ത് വേറെ അഡ്വൈസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു ഫാമിലിയെ ഒരാളാണ്. അപ്പോൾ എനിക്കത് ഗ്യാരണ്ടിയാണ്, അത് 100% നിഖിലിന് അത് നിറവേറ്റാൻ പറ്റും. അതിനുള്ള വലിയ അന്വേഷണങ്ങളൊന്നും ഇല്ലാതാണ് ഷെഫ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അതെ അതെ, എനിക്കത് വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പൊ അതല്ലാതെ ഒത്തിരി ആൾക്കാർ ഇപ്പൊ എന്റെ 10-16 റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പലരും ഇതുപോലെ ഈ ഒരു സ്കില്ലൊന്നും ഇല്ലാത്ത ഒത്തിരി ആൾക്കാരെ നമ്മൾ തന്നെ ജോലിക്ക് എടുത്തിട്ട് അവർ നല്ല ഷെഫായിട്ടുണ്ട്. ഒത്രയോ ആൾക്കാർ ഒരു പരിചയമില്ലാത്തവർക്ക് നമ്മൾ ജോലിയൊക്കെ കൊടുത്ത് പല പല പ്രശ്നങ്ങളുള്ളവർ. അപ്പൊ അക്കണക്കിന് ഈ ആഗ്രഹമുള്ള ഒരാളെ എനിക്ക് ഫ്രം ദ ഡേ 1 മുതൽ മോനെ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, നീ ഇങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് നീ കുക്ക് ചെയ്യേണ്ടത് എന്ന് ഫ്രം ദ ഡേ 1. സാധാരണ ഒരാൾ പഠിച്ച് 4 വർഷമൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണിൽ വന്ന് പിന്നെ ഒന്നേന്നും പറഞ്ഞ് പഠിച്ച് പിന്നെ ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരാളാവുക. ഇതിപ്പോ തന്നെ അവനൊരു ക്ലിയർ പിക്ചർ ഉണ്ട് എനിക്ക് എന്താണ് ആവേണ്ടതെന്നുള്ളത്. ഇപ്പൊ ഒരു IAS വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ അവർക്കൊരു IAS കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ കംപ്ലീറ്റ് ട്രെയിനിങ് കൊടുക്കുന്ന പോലെ ഒരു സംഭവമാണ്. അപ്പൊ അവനറിയാം ഇങ്ങനെ പഠിച്ചാൽ ഈ രീതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് UPSC ക്ലിയർ ചെയ്യാം, അല്ലെ MBBS ക്ലിയർ ചെയ്യാം. അതുപോലെ ഇതിന്റെ ഒരു എല്ലാ കാര്യങ്ങളും ഇവന്റെ കൂടെ 10-250 ഷെഫുമാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവര് പറഞ്ഞ് ഷെഫെ കൊച്ചി മാത്രം വിടരുത്, ഞങ്ങൾ ബാംഗ്ലൂർ കൊണ്ടുവരണം, അതുപോലെ കണ്ണൂർ കൊണ്ടുവരണം, അതുപോലെ ഗോവയെ കൊണ്ടുവരണം, ദോഹയിൽ കൊണ്ടുവരണം എന്നൊക്കെ അവർ എല്ലായിടത്തും വരാം. പുള്ളി ആദ്യം പഠിക്കട്ടെ, പഠിച്ചതൊരു നല്ല ഒരു 3 വർഷത്തെ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ അതിന്റെ ഇടയിൽ ഇവർക്ക് കുറെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം കിട്ടും. അതുപോലെ പിന്നെ ഒരു ഹയർ സ്റ്റഡീസിന് ലണ്ടനിലോ സ്വിറ്റ്സർലൻഡിലോ നല്ല വലിയ അക്കാഡമി ഉണ്ട്. അവിടെയൊക്കെ പോയി പഠിക്കാൻ പറ്റിയേക്കാം. മനസ്സിലായില്ലേ? ഞാൻ നൂഡിൽസ് കൂടെ കഴിച്ചേക്കട്ടെ. അപ്പം നിഖിലിന്റെ കിച്ചണിലേക്ക് ഷെഫ് പിള്ള പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
ചെയ്യേണ്ട സാധനം ഇതാണല്ലേ. അടിപൊളി. ഇതാണ് നിഖിലിന്റെ കിച്ചൺ.